ഹലോ. അപ്പോ തൊടുപുഴയിൽ നിന്ന് ഫ്ലൈവുഡ് കാഞ്ഞങ്ങാടേക്ക് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മള് കോട്ടയത്ത് ഇന്നലെ വന്നൊരു ഓർഡർ ആക്കി. സർവീസ് സെന്ററിൽ കോട്ടയത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിനോട് PSന്റെ നമ്മുടെ HN സർവീസ് സെന്റർ ഉണ്ട്. അവിടെ പോയിട്ട് എന്താ പറയാ, സ്കൂൾ ബസ് കൊണ്ട് ആകെ ബഹളം. 100 വണ്ടി എങ്ങാണ്ട് അവിടെ പെൻഡിങ് നിൽക്കുകയാണ് ചെയ്യാനായിട്ട്. നമ്മുടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച പിടിക്കുന്ന പറഞ്ഞത്. ഒരാഴ്ച ഒന്നും വണ്ടി ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് വണ്ടി എടുത്തോണ്ട് പോന്നു. എന്നിട്ട് പ്രോഗ്രസ് വിളിച്ചപ്പോ നമുക്കൊരു 10-13 ടണ്ണ് ഫ്ലൈവുഡ് കാഞ്ഞങ്ങാടക്ക് പറയുന്നുണ്ട്. അപ്പൊ അതെടുക്കാന്ന് വെച്ചാൽ പൊക്കോണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ചയാവും ഇറക്കുക. അപ്പോ ഇന്ന് ലോഡ് കയറ്റി കിട്ടുകയാണെങ്കിൽ വീട്ടിൽ പോയി വണ്ടി ഇട്ട് ഒന്ന് കിടന്നുറങ്ങി കുളിച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് പോവാന്ന് വിചാരിക്കുക. അപ്പോ ബ്രോക്കർ ഓഫീസിൽ ചെന്നിട്ട് വേണം അവിടുത്തെ ലൊക്കേഷൻ വാങ്ങിച്ച് പോകാനായിട്ട്. തൊഴിൽ ലോഡ് തന്നെ ഒരു 400 കിലോമീറ്റർ ആണ് പറഞ്ഞേക്കണേ. 1350 രൂപ പറയുന്നുണ്ട് ഫ്ലൈവുഡിന്. ഇതും ഫിക്സഡ് ഒന്നും അല്ല കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ കട്ടിങ് ഷേവിങ്ങും എല്ലാം നടക്കുന്ന സമയത്ത് നടക്കും. ഇതിപ്പോ 1350 കൂടെ ഒരു 50 രൂപ കൂടി 1400 ആക്കിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. ചോദിച്ചു നോക്കണം പോയിട്ട്. എന്തായാലും അവിടെ തട്ടെ. അങ്ങനെ 4:30 ആയപ്പോൾ നമ്മൾ തൊടുപുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് ആണ് ബ്രോക്കർ ഓഫീസിലെ ആളുടെ സ്ഥലം. നമ്മുടെ പരിചയക്കാരൻ രാജേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു എന്താ പറയുക, അയാളുടെ ലോഡ് എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ആള് വാടക ഇട്ട് തരില്ല, പിന്നെന്താ പറയുക ആള് കമ്മീഷൻ കട്ട് ചെയ്യും, പിന്നെന്താ പറയുക വാടക കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവ്. അപ്പോൾ ചെന്ന് നോക്കട്ടെ അവിടെ ലോഡ് ആയിട്ടുണ്ടോ, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഫ്ലൈവുഡ് അടിച്ചാവണോ, കമ്പനിയിലാണ് ഒന്നും അറിയില്ല. എന്തായാലും നോക്കിയിട്ട് വേണം. ഇതാണ് കേട്ടോ നമ്മുടെ സംസം ട്രാൻസ്പോർട്ടിൻ്റെ ബ്രോക്കർ. പുള്ളിക്കാരനാണ് നമുക്ക് ലോഡാക്കി തന്നേക്കണത്. വലിയ കമ്പനിയാണ്. ലോറി ക്യൂ ആണല്ലോ പറഞ്ഞ പോലെ. നമുക്ക് മുന്നിൽ വേറെ 2 12 കിലോ കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ വണ്ടി. ബാക്കിൽ നല്ല അടിപൊളി ഒരു മലയും കാണാനുണ്ട്. പിന്നെ തൊടുപുഴയല്ലേ, ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ഇലവിഴ പൂഞ്ചെറിയോ വേറെ ഇതിലൊക്കെ പറയുമ്പോൾ കഴിക്കും. കമ്പനി അതിൻ്റെ ബാക്കിലാണ്. നമ്മൾ ആ കണ്ട കമ്പനി അല്ല കമ്പനി, അത് വേറെ കമ്പനി. ഇവിടെ മൊത്തം ഫ്ലൈവുഡിൻ്റെ കമ്പനിയാണ്, പക്ഷെ നമുക്ക് തന്നെ അതല്ല. ലോഡിംഗ് പോയിന്റ്. ആ പോയ ലോറിയുടെ പിന്നാലെ പോകാനാ പറഞ്ഞേട്ടാ. വൈകുന്നേരത്തിയിട്ട് ചായ കുടിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ രാത്രി ലോഡാവും വെച്ചാൽ ഇതുവരെ ലോഡായില്ല. രാത്രി 12:45 അവസാനം ഗതി കെട്ടിട്ട് 11 മണിക്ക് ഓർഡർ ചെയ്ത ഫുഡ് 12:30 എത്തി. ചെറുതായിട്ടൊരു മന്തി, വേറൊന്നും കിട്ടിയില്ല. വിശന്ന് കണ്ണ് കാണാതെ. എൻ്റെ പൊന്നോ, ഞാൻ എപ്പോൾ ലോഡാവുമെന്ന് അറിയത്തില്ല. എന്തായാലും വണ്ടിയിൽ വെച്ചിട്ടുള്ള ഫുഡിങ്. രാവിലെ ഇവിടെ 3 മണി സമയമായപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു. ഇപ്പോൾ വന്നിട്ട് ലോഡ് തരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോഡിൻ്റെ വണ്ടിയുടെ സൈഡിലൊക്കെ റീപ്പർ വെക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈവുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി, വണ്ടി മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് റീപ്പർ വെക്കുകയാണ്. ഫ്ലൈവുഡിൻ്റെ വേസ്റ്റ് വെച്ച് അത് പാക്ക് ചെയ്യുകയാണ്. അവിടെ ഫ്ലൈവുഡിൻ്റെ സൈഡിൽ വെക്കാനുള്ള പ്ലാസ്റ്റിക് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി കൊണ്ടാണ്, ഫോർക്ക് ലിഫ്റ്റ് കൊണ്ടാണ് ഫുള്ള് ലോഡ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ലോഡാവുന്ന പറയണേ. എന്തായാലും 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. മൈക്ക് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലൈവുഡിൻ്റെ മുകളിൽ മറ്റേ മൈക്ക് ഒട്ടിച്ച ക്വാളിറ്റി കൂടിയ ഫ്ലൈവുഡാണ്. വെറുതെ അല്ല, ഇത്രയും സേഫ്റ്റി. സമയം 4 മണി. വണ്ടി 3/4 ലോഡ് കയറ്റി കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഏതായാലും ഉറക്കമില്ല കേട്ടോ. അതാണ് വണ്ടിപ്പാടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ്. 4:45 സമയത്ത് ഫുള്ള് ലോഡ് കയറ്റിയിട്ട് മേളിൽ കൂടി ഒരു പായിട്ട് അവരതിൻ്റെ പ്ലാസ്റ്റിക് പായിട്ട് ഞാൻ കാണിച്ചിരുന്നില്ല, ഫസ്റ്റ് കാണിച്ചിരുന്ന ആ പ്ലാസ്റ്റിക് പായിട്ട് പായിടുന്നതിന് മുമ്പ് തന്നെ ഒരു കെട്ട് കെട്ടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കോട്ട് ലോഡില്ല. ഒരു 2 അടി ബാക്കോട്ട് ലോഡില്ല. അപ്പോൾ അവിടെ കയറിട്ട് നല്ല കെട്ട് കെട്ടുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മുടെ നൈലോൺ പാ ഇട്ട് കെട്ടുക. നമ്മുടെ ലോക്കൽ പാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഈ ലോഡ് ഇട്ട് കയറില്ല, കാരണം എങ്ങാനും മഴ പെയ്ത് കഴിഞ്ഞാൽ സാധനം നനയും. അപ്പോൾ ഇത് വെച്ച് നല്ല കെട്ടിട്ട് ഇതിൻ്റെ മേളിലാണ് ഇനി പാ ഇട്ടിട്ട് ഒരു ചെറിയ കെട്ടും കൂടെ കെട്ടിവിടും. അതാട്ടോ ലോഡ്. എന്തായാലും കുഴപ്പമില്ല, 2 മണിക്കൂർ ലോഡായി. തൂക്കം നോക്കി 13 ടണ്ണ് പറഞ്ഞു വന്നിട്ട് നമുക്ക് 15 ടണ്ണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു ദിവസം. രാവിലെ 5:30 നമ്മൾ ലോഡ് കയറ്റി ഗേറ്റിനോട് കൊണ്ട് നിട്ടു. ഇപ്പോൾ സമയം 6:15. ഇപ്പോഴാണ് ബില്ല് കിട്ടിയത്. അപ്പോൾ അത്ര നേരം കിടന്ന് ഉറങ്ങി. പിന്നെന്താ പറയുക, രാവിലെ സെക്യൂരിറ്റി വന്ന് ഡോർബ് തട്ടി എഴുന്നേറ്റു. ആൾ ബില്ല് വന്നു.
ബില്ല് എന്നിട്ട് ഞാൻ ചേട്ടാ എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, ആളെ കാണാനില്ലല്ലോ. ആര്? അല്ല അളിയനെ കാണാനില്ല, വണ്ടിക്കകത്ത് അളിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആളോട് പറഞ്ഞു ചേട്ടാ അപ്പോൾ ഇല്ലടാ നീ എന്താണ് ഒറ്റയ്ക്കല്ലേ വന്നേ? അല്ല ചേട്ടാ അളിയുണ്ടായിരുന്നു വണ്ടിയിൽ. കൊണ്ട് ഞാൻ ഒരേ തപ്പില്ല, രാവിലെ ഉറക്കത്തിന് ഏറ്റവും വഴിക്ക് അളിയനെ തപ്പിക്കൊണ്ടിരിക്കുക. അളിയനില്ല. എന്താ പറയുക, പാവം. പക്ഷെ ആള് ചേട്ടാ ഇവന്റെ കൂടെ ആരും ഇല്ലോണ്ട് ആകെ ആള് മനസ്സിലായി പോയി, ആളെ കാണാനല്ല പറഞ്ഞിട്ട്. അങ്ങനെ ബില്ല് കിട്ടിയിട്ടുണ്ട്. നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് ഒന്ന് കിടന്നുറങ്ങി ഭക്ഷണം എല്ലാം കഴിച്ച് കുളിച്ചിട്ട് പോവാം. ഓക്കെ, ഇതാണ് എൻ്റെ നാട് പട്ടിക്കാട്. ഇവിടുന്ന് പോകുന്നതാണ് പീച്ചിടാൻ റൂട്ട് കേട്ടോ. ഞാൻ ഇവിടുത്തെ ആളാണ്. തൃശ്ശൂർ പട്ടിക്കാട് പീച്ചിടാൻ റൂട്ടിൽ കണ്ണാറയാണ് എൻ്റെ വീട്. ഞങ്ങളുടെ ടൗണാണ്. ഇവിടുത്തെ ഹോസ്പിറ്റല്, പീച്ചിടാം, വെള്ളിക്കുളങ്ങര, വെറ്റിലപ്പാറ, അതിരപ്പള്ളി. ഈ പറഞ്ഞ 3 സ്ഥലങ്ങൾ ഈ വഴിയല്ലാണ്ട് നേരെ ഹൈവേ വഴി പോകണ്ട. ആകെപ്പാടെ പീച്ചിടാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ. ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററാണ് എൻ്റെ വീട്ടിലേക്ക്. അവിടെ ഒരു പമ്പുണ്ട്, ഇന്ദിരാവിലെ പമ്പ്. അവിടെ കൊണ്ട് വണ്ടി ഒതുക്കിയിട്ട് വീട്ടിൽ പോവാം. എൻ്റെ പള്ളി ഞായറാഴ്ചയായിട്ട് കുർബാന നടക്കുന്നു. ആഹാ, പള്ളിയിലൊക്കെ പോയി കാലം മറന്നു, അത് വേറെ കാര്യം. സമയം കിട്ടാറില്ല. ഈസ്റ്ററിന് മലയാറ്റൂർ പോക്കൊക്കെ ഉള്ളതാണ്. പ്രാവശ്യം ഈസ്റ്ററിനോ ഒന്നും നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും ഉണ്ടായില്ല. എവിടെയാണ് നമ്മൾ വണ്ടി ഒതുക്കാൻ പോകേണ്ടത്? ആ വണ്ടികളുടെ ബാക്കിലായിട്ട് ഒതുക്കും. വിചാരിച്ച പോലെ അവിടെ പമ്പിനോട് വണ്ടി ഒതുക്കാൻ പറ്റിയില്ല. അവിടെ സ്ഥിരം ഒതുക്കുന്നവർ വണ്ടി ഒതുക്കിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി ഒതുക്കാൻ പറ്റിയില്ല. പിന്നെ കണ്ണാറ സെൻട്രൽ കൊണ്ടൊന്ന് വണ്ടി ഒതുക്കി കൊച്ചുപെണ്ണ് അവിടുത്തെ ഹോട്ടലിൽ നിന്ന് നേരെ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് വണ്ടി ഒതുക്കി വീട്ടിലേക്ക് നടന്നു വന്നു. 1 മാസമായി വീട്ടിൽ വന്നിട്ട്. അപ്പോൾ വീട്ടിൽ കാത്തിരിക്കാൻ വേണ്ടി ഡാഡിയും മാമിയും സിസ്റ്ററൊക്കെ അങ്ങ് സ്റ്റേറ്റ്സിൽ പല സ്ഥലത്തായതുകൊണ്ട് വീട്ടിൽ ആരുമില്ല. വീട് പൂട്ടിയിട്ടേക്കുവാ. ബട്ട് ഐ ഹാവ് എന്നെ കാത്തിരിക്കാൻ ഒരാൾ ബാക്കിയുണ്ട്. ഡി റാണി, ഞാനാടി ഫ്രെഡിയാടി. റാണി വന്നേടി നോക്കട്ടെടി. കണ്ട ഒരാളുണ്ട് ഗൈസ്, ഒരാൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ചേച്ചിയുടെ മോളാട്ടോ. ഭയങ്കര സ്നേഹ. അയ്യോ 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 ഏടി മോളെ, ഭയങ്കര സ്നേഹ. വീട് പൂട്ടിയിട്ടേക്കും. അപ്പോൾ വീട്ടിലാരും ഇല്ല. ഓക്കെ, വീട് പൂട്ടിയിട്ടോണ്ട് നോക്കണ്ട. നമുക്കിത് അപ്പുറത്ത് ചെറിയൊരു വീടും ഉണ്ട്, നമ്മുടെ വീടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാവൽക്കാരിയാണ് ഇവള്. ഒരാളെ അടുപ്പിക്കില്ല. കടിച്ച് പറിക്കുന്ന പറഞ്ഞാൽ കടിച്ച് പറിക്കും. നമ്മുടെ കൂട്ടുകാരനൊക്കെ വന്നിട്ട് കടിച്ച് പറിച്ചിട്ടും ഓടിച്ചിട്ട് കടിച്ചിട്ടുണ്ട്. എല്ലേടി റാണി? അതെ, നല്ല ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു. ഒരു ഫ്രണ്ട് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നു. പിന്നെ അമ്മ വീട്ടിൽ ഫ്രീസറിൽ പന്നി നല്ല റോസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കി. അപ്പോൾ ഉച്ചയ്ക്ക് അത് കഴിച്ചു. എന്നിട്ട് വീണ്ടും ഉറങ്ങിയിട്ട് കൂലിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് വന്ന ഫ്രണ്ടിൻ്റെ ഒരു ഫുഡ് കോർട്ട് ഇവിടെ അടുത്തുണ്ട്. അവിടെ പോയിട്ടൊരു ഷെയ്ക്കോ ചായയോ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ താക്കോല് ലോറിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. അകത്ത് വെച്ച് പൂട്ടിയോന്നൊരു ഡൗട്ട്. പോയി നോക്കട്ടെ, ഇവിടെ കാണാനില്ല. കിട്ടി. വണ്ടകത്ത് ഞാൻ ഡ്രസ്സ് അലക്കാവുന്നത് എടുത്തപ്പോൾ വണ്ടകത്ത് വെച്ച് പൂട്ടി. നമ്മുടെ ടൂൾ ബോക്സിൽ സ്പെയർ കീ പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് സ്പെയർ കീ ഇട്ട് തുറന്ന് അകത്ത് തപ്പിയപ്പോൾ കിട്ടി. ടെൻഷനായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കീ പോയി കഴിഞ്ഞാൽ ഡീസൽ ടാങ്കിൻ്റെയും ആഡ് ബ്ലൂ പിന്നെ മറ്റുള്ള ടൂൾ ബോക്സിൻ്റെ എല്ലാത്തിൻ്റെ കീ ഇതിലാണേ. പണി പാളിയെന്ന് വിചാരിച്ചു. പട്ടിക്കാട് നിന്ന് പീച്ചിക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഈ ദർബാർ, ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ കട. ഈ 90s എന്നുള്ള ഒരു ഷോപ്പാണ്. ആ ഷോപ്പ് വന്നിട്ട് ഇത് ഈ കാണുന്ന കേട്ടോ, നമ്മുടെ 4 കൂട്ടുകാർ തന്നുള്ളൊരു ഇതാണ് ഒരു കൂട്ടുകാരൻ, ശ്രീരാഗ്. അപ്പോൾ നമ്മൾ ഒരു ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു സാധാരണ സൗദി ഷേക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ അതെ, ഇത് നമ്മുടെ യൂട്യൂബ് വീഡിയോ കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർക്ക്? നമ്മുടെ യൂട്യൂബേഴ്സ് എന്ത് ചെയ്യും? അതൊക്കെ വെറുതെ പറയാം. എന്റെ പേര് ഒന്ന് പറഞ്ഞാൽ മതി, അപ്പൊ കിട്ടും. തരാതിരിക്കൊന്നുമില്ല. എന്റെ വീഡിയോ കൊണ്ട് ഇവിടെ വന്നിട്ട് ഫ്രൈഡ് വീഡിയോ കൊണ്ട് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഞാൻ തരും. കൊടുക്കില്ലടാ നീ? ഉറപ്പായിട്ടും തരും. പോവാം. അപ്പോ ഇന്ന് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 5 മണിയായിട്ടുണ്ട്. നമ്മൾ ഇന്നോട് ഇത്ര നേരം പോയില്ല എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം പോകേണ്ട വണ്ടിയായിരുന്നു. ഇന്നലെ വെറുതെ പേഴ്സിൽ നോക്കുമ്പോൾ ലൈസൻസ് എക്സ്പയർ ആയിട്ടുണ്ട്. അറിഞ്ഞില്ല, അറിയാതെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല തീരുമാനിച്ച് ഇന്ന് രാവിലെ പോയി ഡോക്ടറെ കണ്ടു, ആർടിഒ ഏജന്റിനെ കണ്ട് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ഫ്രെജി ജോസ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ട് പട്ടിയോടുള്ള ഒരു ചേട്ടനാണ്. ആളടുത്ത് പോയി നമുക്കതങ്ങ് ശരിയാക്കി തന്നു. പെട്ടെന്ന് കഴിഞ്ഞു, പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഉച്ചയായപ്പോഴത്തേനും വീട്ടിലെത്തി. എന്നിട്ട് പിന്നെ ഒന്നോളൊന്ന് കിടന്നുറങ്ങി, വെള്ളമെല്ലാം പിടിച്ച് ബാഗെല്ലാം പാക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മള് കമ്പനി ഇൻഫോം ചെയ്യാൻ നോക്കിയപ്പോൾ കമ്പനിക്കാർ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഫോൺ എടുത്തില്ല. പിന്നെ രാവിലെ പിന്നെ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എടുത്തില്ല. നമുക്ക് 21-ാം തീയതിയോ 22-ാം തീയതി വരാനുണ്ട്, പേപ്പറുണ്ട്, എത്തിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് വിളിച്ച് പറയാൻ നോക്കിയായിരുന്നു, വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും നമ്മള് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കഴിഞ്ഞാണ് പോണേട്ടോ. വല്ലപ്പോഴൊക്കെയാണ് വീട്ടിൽ വരണേ. അപ്പോ വീട്ടിലെ ബെഡിൽ കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ, നമ്മൾ ഈ വണ്ടിയിലെ ബെർത്തിൽ കിടന്ന് ഉറങ്ങുമ്പോ ഈ വെളിച്ചവും ഒച്ചയും ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് എന്റെ പൊന്നു എന്താ സുഖം, വല്ലാത്ത സുഖം. മതിയായിട്ട് പോകുന്നല്ലോ, ഇത്ര നേരത്തെ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നേരം വൈകി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, കുറച്ച് ഉറക്കം വന്നാലോ എന്ന് വെച്ചിട്ട് നമ്മൾ മെല്ലെ പോവാണ്. പിന്നെ ഭക്ഷണം കഴിക്കണം. ഇന്നിപ്പോ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, രാവിലെ ദോശ കഴിച്ചതാണ്. അപ്പൊ പോയിട്ട് വല്ല ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവാം. പിന്നെ മാഹിന്ന് ഡീസൽ അടിക്കണം. അങ്ങനെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ നേരെ നിർത്തിയത് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടിയിൽ നമ്മുടെ സ്ഥിരം ചാവടിക്കുന്ന സ്ഥലത്തോടെ നിർത്തി. ഒരു 4-5 വർഷം മുമ്പ് ഞാനൊപ്പം ഒരുമിച്ച് ടിപ്പറിൽ ഓടുന്ന സമയത്ത് മുതൽ ഇവിടെ നിർത്തി ചാവടിച്ചുകൊണ്ടിരുന്ന ശീലമാട്ടോ. കൊയിലാണ്ടിയിൽ ഹോസ്പിറ്റലിനടുത്തുള്ള കടയിൽ നല്ല ചായ. അടുത്ത നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് മാഹിയിലെ റൈറ്റ് സൈഡിലുള്ള ഇന്ത്യൻ ഓയിൽ പമ്പ്. നമ്മൾ കണ്ണൂർക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിലാണ് നമ്മൾ സ്ഥിരം ഡീസൽ അടിക്കാറ്. അവിടെ നിന്ന് തന്നെ ഇന്നും ഫുൾ ടാങ്ക് ഡീസൽ. അപ്പം നമ്മൾ രാവിലെ 3 മണിക്ക്, വെളുപ്പങ്കാലത്ത് 3 മണിക്ക് അൺലോഡിങ് ലൊക്കേഷനിലെത്തി. ഒരു മറ്റേ പറമ്പിലാണ് കേട്ടോ, കാണിച്ചു തരാം. രാവിലെ 3 മണിക്ക് എത്തിയിട്ട് ഇപ്പോൾ വൈകുന്നേരം സമയം 5 മണിയായിട്ട് ഇതുവരെ ലോഡുമ്പോൾ തൊട്ടിട്ടില്ല. ഞാൻ പാവര അഴിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് സ്റ്റീൽ കയറ്റി വന്നൊരു വണ്ടിയാണ് നിൽക്കുന്നുണ്ട്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം അടിക്കുക. അത് നമ്മുടെ ഈ കട്ടിലിന്റെയും മേശയല്ല കട്ടിലിന്റെയും ഈ പറഞ്ഞ ടീപ്പോടെയൊക്കെ ഫ്രെയിം അടിച്ച് അതിൽ ഈ നമ്മുടെ കൊണ്ടുവന്നിട്ടുള്ള MDF വുഡ് വെച്ച് അതിൽ കുഷൻ അടിച്ചൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ പാപി ചെന്നിടം പാതാളം. നമ്മൾ ഇന്നലെ അവിടെ നിന്ന് നേരത്തെ അവിടെ നിന്ന് പോകുന്നതാണ്, കാവടി തുള്ളി പോകുന്നതാണ്. ഇതുവരെ ഇവിടെ എത്തിയിട്ട് ഇറക്കിയിട്ടില്ല. ഇന്ന് നേരത്തെ ഇറക്കി കിട്ടുവാണെങ്കിൽ നമുക്കൊന്നൊരു ലോഡ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഇറക്കി തരുന്നാ പറഞ്ഞത്. ഇറക്കി കിട്ടിയ ഭാഗ്യം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് കണ്ടിട്ട് ചിലർ ചോദിക്കാറുണ്ട് നമ്മുടെ വണ്ടിപ്പണി ലാഭമാണോ, ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്നൊക്കെ. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയൊക്കെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടില്ല. കൂടുതൽ വണ്ടിയാവുമ്പോൾ നമുക്ക് വിശ്വസ്തമാരായിട്ടുള്ള പണിക്കാർ വേണം, നല്ല ഡ്രൈവർമാർ വേണം. അത് എക്സ്പ്രസ് ഓടുമ്പോൾ 2 ഡ്രൈവർമാർ വെച്ചിട്ട് ഒരു വണ്ടിക്ക് വേണം. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് കൊണ്ടുനടക്കാൻ നമുക്ക് ഹെവി ലൈസൻസ് ഉണ്ട്, നമുക്ക് വണ്ടിയെക്കുറിച്ചും വണ്ടിപ്പണിയെക്കുറിച്ചും ഇത് ഈ ഫീൽഡിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ പണി ലാഭമാണ്. ബാലൻസ് ഉണ്ട്, ഡ്രൈവറാസ് ഉണ്ട്, പിന്നെ നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യം എല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെയാണ്. ഒരു ഫീൽഡായിട്ട് ഒരു വീട്ടിൽ ആനനെയൊക്കെ വളർത്തണ പോലെ അങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ടോൾ കൊടുക്കണം, ഡീസൽ അടിക്കണം, ബ്രോക്കറാസ് കൊടുക്കണം, വണ്ടിയുടെ ഇൻഷുറൻസ്, ടെസ്റ്റ്, പിന്നെന്താ പറയുക മറ്റുള്ള പെറ്റി, പോലീസ്, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയ എമൗണ്ട് ബാക്കി ഉണ്ടാവും. നമ്മുടെ കാര്യം നടക്കും. നമുക്കൊരു ജോലി വല്ലവൻ്റെ കീഴിൽ ജോലി എടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. ഒരു ആളുടെ കീഴിൽ ജോലി എടുക്കേണ്ടി വരില്ല. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്, ഞാൻ നമ്മുടെ അടുത്തുള്ളൊരു മുതലാളിയുണ്ട് ഷിബു എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരന് കുറേ അധികം 1400 വണ്ടിയുണ്ട്, IOCയിലും BPCയിലും. വെച്ചാൽ പെട്രോളിയം വണ്ടിയായിട്ട് 1400 വണ്ടിയുണ്ട്. പുള്ളിയുടെ കൂടെ ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. ഗ്രിഗോറിയസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് റോഡ് പണി കാണാനായിട്ട് നല്ല മുതലാളിയാണ്. എനിക്ക് 10-85,000 രൂപ ശമ്പളം ഉള്ളപ്പോൾ സമയത്താണ് ഞാൻ പുള്ളിയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണത്. അത് ഇറങ്ങാണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പന് വണ്ടി വാങ്ങിച്ചു കൊടുത്തു. നമ്മുടെ പഴയ ലോറി അപ്പന് വാങ്ങിച്ചു കൊടുത്തു. പുള്ളിക്കാരന് വയ്യാണ്ടായി കിടപ്പിലായപ്പോൾ അങ്ങനെ വഴിയിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വരുന്നത്. ഒന്നും അറിയാതെ വന്നേ. ഒരു പായിട അറിയില്ല, കയറേട്ട അറിയില്ല, ബ്രോക്കർമാരുടെ നമ്പറില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ലാതെയാണ് ഞാൻ വന്നത്. പക്ഷെ 1 വർഷം കൊണ്ട് എനിക്ക് അത്യാവശ്യം ധാരണയായി. വലിയ കുഴപ്പമില്ലാതെ പറ്റിക്കപ്പെടാതെ ലോഡ് എടുക്കാനും പഠിച്ചു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഡ്രൈവർമാരോ അല്ലെങ്കിൽ നല്ല വിശ്വസിക്കാവുന്നവരെ കിട്ടുവാണെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് ചെയ്യാവുന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ലോൺ ഇല്ലാത്ത വണ്ടിയാണ് ഏറ്റവും നല്ലത്. ലോൺ ഒരു 50 രൂപ 40 രൂപ 30 രൂപയൊക്കെ ലോൺ വരികയാണെങ്കിൽ അത്രയും നമുക്ക് ബാലൻസ് കുറയും. ലോൺ ഇല്ലാത്ത വണ്ടി അത്ര നല്ലത്. ലോൺ ഉണ്ടെങ്കിൽ ലോൺ കഴിഞ്ഞ് ഡ്രൈവറാശം നമ്മൾ സ്വന്തം ഓടണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറാശം ചെറിയൊരു ബാക്കിയും പൈസ ബാക്കി കിട്ടും. 1 വർഷത്തേക്ക് നമുക്ക് ഒരു കുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ
ടെസ്റ്റും ഇൻഷുറൻസും അങ്ങനെ നടന്നു നോക്കോളും. പിന്നെ ടയറും ഇതോടൊക്കെ നോക്കി നടന്നു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. എനിക്കിഷ്ടമാണ്, കാരണം ഞാൻ ഈ ഫീൽഡിൽ ഇഷ്ടപ്പെട്ടാൽ നിൽക്കുന്ന ഈ ഫീൽഡിന് അത്രയും ഞാൻ താല്പര്യത്തോടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് ഒരാൾ വരുവാന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. പണി അറിയാവുന്ന ഒരാൾ വരണം. മണ്ടത്തരം കാണിച്ചതിൽ ഈ പറഞ്ഞ പോലെ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് മാത്രം വന്നിട്ട് കാര്യമില്ല, വണ്ടി ഓടിക്കാൻ. കാരണം ഒരു ഡ്രൈവറെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് ഓടാനുള്ള ഒരു കഴിവ് കാണും. അങ്ങനെയൊക്കെ ഉള്ളൂ. വണ്ടി എടുക്കാനുള്ളൊരു പൂതി കാരണം വണ്ടി എടുത്തിട്ട് ഡ്രൈവർമാരെ കൊണ്ട് ഓടിച്ച് എന്താ പറയുക, 1 രൂപ ബാലൻസ് അല്ലാതെ മൊത്തം അടപടല മൂഞ്ചി പോകുന്ന ടീമുകൾ വേറെ ഉണ്ട്. വണ്ടി ഓടിക്കാൻ അറിയാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മാത്രം വണ്ടി എടുത്തത്, കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ മാത്രം അറിയുള്ളായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും മുമ്പോട്ട് പോകുന്നുണ്ട്. ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, ബാക്കിയൊക്കെ ദൈവം സഹായിച്ച് മുമ്പോട്ട് പോകും. ഇപ്പോൾ നമ്മുടെ പുറത്ത് ഈ പറഞ്ഞ പോലെ നോക്കട്ടെ കേട്ടോ, അവര് ലോഡറിങ് ആൾക്കാർ ഒന്ന് വിളിച്ചിട്ടുണ്ട് അയാളെ, ലോറിക്കാരനെ. ഞാൻ ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം, ഇവിടെ എന്താ നടക്കണേ കാണിച്ചു തരാം. ഇത് തന്നെ ഫ്രെയിം അടിച്ച് വെച്ചേക്കാം കേട്ടോ, ഇതേപോലത്തെ കണ്ടോ, ഇതേപോലത്തെ ഫ്രെയിം അടിച്ചിട്ട് ഇതിൽ ചിലതിലൊക്കെ അവർ കുഷൻ അടിക്കുന്നുണ്ട്. നമ്മുടെ ഈ കല്യാണ വർക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വർക്കിനൊക്കെ വേണ്ടുന്ന ഫ്രെയിമാണ് അടിച്ചു വെച്ചേക്കണത്. ചാരുപടി, ഒരു ഊഞ്ഞാൽ പോലത്തെ സെറ്റപ്പില്ലേ, ഇത് കണ്ടോ, ഇതൊക്കെ അവർ സെറ്റ് ചെയ്താൽ കേട്ടോ. ഇത് ഈ കണ്ണാടിയാണ്, ഈ കണ്ണാടി നമ്മൾ കൊണ്ടുവന്നത് MDF ഇങ്ങനത്തെ ബോർഡാണ്. ഇങ്ങനത്തെ അലമാരി, പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഓരോ ഐറ്റംസ്. ബാക്കിലാണ് വെൽഡിങ് വർക്ക് കിടക്കുന്നത്. പിന്നെ ഇവർ തന്നെ മറ്റേ സ്പ്രേ പെയിൻ്റ് അടിച്ച് അങ്ങനത്തെ ഒരു പരിപാടി. കൊള്ളാം, എന്തായാലും നൈസ് പരിപാടിയാണ്. അതോട് കയറിയപ്പോൾ മനസ്സിലായ ഇവർക്ക് ഈ പറഞ്ഞ പോലെ നല്ല നല്ല വീടുകളിൽ വയ്ക്കാൻ പറ്റുന്ന അലമാരിയും കട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വൻ സെറ്റപ്പാണ്. കുഴപ്പമില്ല, നല്ലോണം പണിയുണ്ട് ഇവർക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം അടിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് ബോർഡ് ഇട്ട് ഫിറ്റ് ചെയ്ത് സ്പ്രേ പെയിൻ്റ് അടിച്ച് അവർ തന്നെ വണ്ടി ഉണ്ട്, 2-3 പിക്കപ്പ് ഉണ്ട്, അവന് വേണ്ടി തന്നെ ഡെലിവറി ചെയ്ത് വൻ സെറ്റപ്പാണ്. ഇന്നത്തെ പണി കഴിഞ്ഞു. കട്ടിംഗ് മെഷീൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ലെങ്ത് കൂട്ടണമെന്ന് കുറച്ച് പേര് പറഞ്ഞു, ഒരുപാട് പേരൊന്നും പറഞ്ഞില്ല, കുറച്ച് പേര് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വലിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമാവുമെന്ന് അറിയത്തില്ല, ഇഷ്ടമാണെങ്കിൽ കൂടെ നിൽക്ക്. എന്തെങ്കിലും പോരാൻ വേണ്ടിക്ക് പറഞ്ഞതായോ വേണ്ട പോലെ ചെയ്യാം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.